കഥ ആരംഭിക്കുന്നത് ക്ലിന്റ് ഗുഡ്മാൻ എന്നു പേരുള്ള ഒരു യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ക്ലിന്റ് സക്സസ്ഫുൾ ആയ ഒരു കോൺട്രാക്ടറും ഒരു ആർക്കിടെക്റ്റുമാണ്. ക്ലിന്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ജോലിയിൽ ഒരുപാട് ശ്രദ്ധ കൊടുക്കുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കമ്പനിക്ക് വലിയ വളർച്ചയുമൊക്കെ ഉണ്ടായിരുന്നു. തന്റെ ജോലി ക്ലിന്റിന് ഒരു ഒബ്സഷനായി മാറി തുടങ്ങിയിരുന്നു. ഒരു ദിവസം പുലർച്ചെ ഓഫീസിൽ എത്തിയ ശേഷം ക്ലിന്റ് വീട്ടിലുണ്ടായിരുന്ന തന്റെ ഭാര്യയെ വിളിച്ചു. അവർ ഉറക്കിൽ നിന്ന് ഉണരുന്നേ ക്ലിന്റ് പറഞ്ഞു, ഈ വീക്കെൻഡ് തനിക്ക് അവരുടെ കൂടെ ചെലവഴിക്കാൻ സാധിക്കില്ല. കുറെ വർക്ക് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. പക്ഷേ കഴിയുന്നതും വേഗം താൻ വീട്ടിലേക്ക് വരാം, അവളെ ഔട്ടിങ്ങിനും കൊണ്ടുപോകാം. പക്ഷേ ജോവാനയ്ക്ക് അതൊന്നും തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. മൊത്തത്തിൽ ക്ലിന്റിനുള്ള ജീവിതം അവർക്കൊരു മടുപ്പാണുണ്ടാക്കുന്നത്. അന്ന് പെട്ടെന്ന് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്ത് കുറച്ച് ക്ലയൻസിനെയൊക്കെ കണ്ട ശേഷം ക്ലിന്റ് വേഗത്തിൽ വീട്ടിലേക്ക് തിരിച്ചു. പോകുന്ന വഴിക്ക് അവിടുത്തെ ലോക്കൽ ഷെരീഫ് സാമിനെ ക്ലിന്റ് കണ്ടു. ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണ്. ഒരുമിച്ച് ഫിഷിങ്ങിന് പോയാലോ എന്ന തരത്തിൽ സാം ക്ലിന്റിനോട് ചോദിച്ചു. ക്ലിന്റ് പറഞ്ഞു, പോയിട്ട് തിരക്കുണ്ട്, ജോവാന കാത്തിരിക്കുകയാണ്, അവളെ ഒന്ന് ഡോക്ടറുടെ അടുക്കൽ കൊണ്ടുപോകണം, പുറത്ത് ഒന്ന് കറങ്ങാനും പോണം. വീട്ടിലെത്തിയതും ക്ലിന്റ് നോക്കുമ്പോ ക്ലിന്റിന്റെ വളർത്തുനായ ഡ്യൂക്ക് വല്ലാതെ കുരച്ചുകൊണ്ടേയിരിക്കുകയാണ്. രാവിലെ തൊട്ട് ഈ കുര തന്നെയായിരിക്കണം. അവനെ കൂട്ടിന്ന് ജോവാന തുറന്നു വിട്ടിട്ടേ ഇല്ലെന്ന് മനസ്സിലാക്കിയതും ക്ലിന്റ് വന്ന് കൂട് തുറന്നു വിട്ടു. പിന്നാലെ വീടിനകത്തേക്ക് കയറി. ജോവാന വല്ലാത്ത കനം വെച്ച മുഖവുമായിട്ടിരിക്കുകയാണ്. രാവിലെ ജോവാന എന്തൊക്കെയോ മെസ്സേജ് അയച്ചിരുന്നു. ക്ലിന്റ് അത് നോക്കിയിട്ടും മറുപടി അയച്ചിട്ടുമില്ല. അതിന്റെ ദേഷ്യമാണ് കാണിക്കുന്നത്. അവളെ കൊണ്ടുപോകാൻ ക്ലിന്റ് ജോലിയൊക്കെ പെട്ടെന്ന് തീർത്ത് നേരത്തെ വന്നിട്ടുണ്ട്. എന്നിട്ടും ജോവാന അതിനെ വില പോലും വെച്ചില്ല. ഒരു കാര്യവുമില്ലാതെ ക്ലിന്റുമായി വഴക്കുകൂടാൻ തുടങ്ങി. ഡോക്ടറെ കാണാൻ താൻ തനിച്ച് പൊക്കോളാമെന്നും തനിക്കാരുടെയും സഹായമൊന്നും വേണ്ട എന്ന മട്ടിലുമാണ് അവൾ പറയുന്നത്. അവർ തമ്മിൽ വാക്കുതർക്കം മുറുകുന്നതിനിടെ ക്ലിന്റ് ഒരു കാര്യം പറഞ്ഞു. അവന്റെ സക്സസ്ഫുൾ ആയ കമ്പനി വലിയൊരു ബിസിനസ്സുകാരൻ വന്ന് 1.5 മില്യൺ ഏറ്റെടുത്തോളാമെന്ന് പറഞ്ഞിരുന്നു. ക്ലിന്റ് പക്ഷേ അത് വേണ്ടെന്ന് പറഞ്ഞു. തന്റെ കമ്പനി എത്രമേൽ സക്സസ്ഫുൾ ആണ് എന്ന് ജോവാനയെ മനസ്സിലാക്കിക്കാനാണ് ക്ലിന്റ് ശ്രമിച്ചത്. പക്ഷെ ജോവാന അതെടുത്തത് വേറൊരു തരത്തിലായിരുന്നു. ക്ലിന്റ് വലിയ മണ്ടത്തരമാണ് കാണിച്ചത് എന്ന മട്ടിൽ അവൾ സംസാരിച്ചു. ആ തുക കിട്ടിയാൽ നമുക്ക് ഈ ഗ്രാമം വിട്ട് ന്യൂയോർക്കിൽ പോയി സെറ്റിൽ ചെയ്യാം എന്നൊക്കെയായിരുന്നു അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് അവരുടെ ജീവിതം അടിമുടി മാറ്റുമെന്നും അവൾ വലിയ വായിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സംസാരം വീണ്ടും ആർഗ്യുമെന്റിലേക്കും വലിയ വഴക്കിലേക്കും വരെ കടന്നു. ഒടുവിൽ താൻ ഒറ്റയ്ക്ക് ഡോക്ടറെ കാണാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് ജോവാന അവിടുന്ന് പോയി. തന്റെ തലയൊന്ന് തണുപ്പിക്കണം. ക്ലിന്റ് സാമിനെ വിളിച്ചു. സാമിനൊപ്പം ഫിഷിങ്ങിന് പോകാൻ തീരുമാനിച്ചു. ക്ലിന്റും ഷെരീഫ് സാമും കൂടി ഒരിടത്ത് ഫിഷിങ്ങിന് പോയി. അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. തന്റെ ഏറെ സ്ട്രഗിൾഡായ മാരേജിനെ പറ്റി ക്ലിന്റ് ഷെരീഫിനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതേ സമയം മറുവശത്ത് മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം വെളിപ്പെടുകയായിരുന്നു. ജോവാന ഡോക്ടറെ കാണാൻ പോയിരുന്നല്ലോ. തന്റെ പേഴ്സണൽ ഡോക്ടറായ കോട്ട്ലാൻഡിനൊപ്പം ജോവാനയ്ക്കൊരു അഫയർ ഉണ്ട്. അവരന്ന് കുറെ സംസാരിച്ചു. സംസാരമധ്യേ ക്ലിന്റിന്റെ കമ്പനിക്ക് കിട്ടിയ ഓഫറിനെ പറ്റിയും അതിന്റെ വാല്യൂവിനെ പറ്റിയുമൊക്കെ ജോവാന പറഞ്ഞു. അപ്പോഴാണ് ഡോക്ടർ കോട്ട്ലാൻഡ് ആ ഒരു കാര്യം പറയുന്നത്. ബേവറി ഹിൽസിൽ താനൊരു ക്ലിനിക്ക് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നീയെല്ലാം വിട്ടെറിഞ്ഞ് എന്റെ കൂടെ പോരെ, നമുക്കൊന്നിച്ച് താമസിക്കാം. പക്ഷേ കോട്ട്ലാൻഡിന്റെ ഉദ്ദേശം റൊമാൻസിനപ്പുറം വേറെ പലതുമായിരുന്നു. കോട്ട്ലാൻഡ് തുടർന്നു പറഞ്ഞു, ഫിഷ് ഓവറീസിൽ നിന്നും ഒരു മികച്ച വിഷം ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ വിഷം ഒരു മനുഷ്യന്റെ ഉള്ളിൽ ചെന്നാൽ അയാൾക്ക് ഹൃദയാഘാതം സംഭവിക്കും. കോട്ട്ലാൻഡ് അതെടുത്ത് ജോവാനയെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നമുക്കിത് വെച്ച് ക്ലിന്റിനെ ഇല്ലാതാക്കാം. എന്നിട്ട് അയാളുടെ സ്വത്തുക്കൾ വിറ്റ് അതുപയോഗിച്ച് സുഖമായി എവിടെയെങ്കിലും സെറ്റിൽ ചെയ്യാം. ആദ്യം ജോവാന അത് കേട്ട് ഞെട്ടിയിരുന്നു. അത് ചെയ്യാൻ മടിച്ചിരുന്നു. പക്ഷേ കോട്ട്ലാൻഡിന്റെ മാനിപ്പുലേഷനും കൃത്യമായ ഗൈഡൻസും ഒക്കെ ആയപ്പോൾ അവൾ അതിന് തയ്യാറായി. ഒരു സംശയവും കൂടാതെ എങ്ങനെ ആവശ്യം ക്ലിന്റിന്റെ ഭക്ഷണത്തിൽ കലർത്തണം എന്ന് കോട്ട്ലാൻഡ് പറഞ്ഞു കൊടുത്തിരുന്നു. ജോവാന അവിടെ നിന്നും തിരികെ വീട്ടിലെത്തി. ബാഗിനുള്ളിൽ നിന്ന് സാധനങ്ങൾ വളരെ പെട്ടെന്ന് അവൾ പുറത്തെടുക്കാൻ ആരംഭിച്ചു. വിഷക്കുപ്പി എടുക്കലായിരുന്നു പ്രധാന ലക്ഷ്യം. പക്ഷേ ഇതിനിടയിൽ വിഷക്കുപ്പി താഴെ വീണു. അതിൽ ചെറിയൊരു പൊട്ടലും വന്നു. 1-2 തുള്ളി വിഷം താഴെ വീണിരുന്നു. പിന്നാലെ അവൾ ആ കുപ്പിയെടുത്ത് അവിടെ ഉണ്ടായിരുന്ന ലോണ്ടറി ബാസ്ക്കറ്റിനകത്ത് വെച്ചു. അപ്പോഴും വിഷം അതിൽ നിന്ന് പതിയെ ചോർന്നു പോകുന്നുണ്ടായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് ക്ലിന്റ് തിരികെ വീട്ടിലെത്തി. ക്ലിന്റ് എത്തുമ്പോൾ കാണുന്നത് ജോവാന ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നതാണ്. തന്നോടുള്ള ദേഷ്യമൊക്കെ മാറിക്കാണുമെന്നും അവൾ തനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നും ചിന്തിച്ച ക്ലിന്റ് സന്തോഷത്തോടെ ജോവാനയെ കെട്ടിപ്പിടിച്ചു. പിന്നാലെ കുറച്ച് ജോലികൾക്കായി അവരുടെ വീട്ടിലുള്ള വർക്ക്ഷോപ്പിലേക്ക് പോയി. വർക്ക്ഷോപ്പിൽ നിന്നുള്ള ഓരോ നോയ്സും ജോവാനയെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ജോവാന വിഷമടങ്ങുന്ന ആ ലോണ്ടറി ബാസ്ക്കറ്റിലേക്ക് നോക്കി. വൈകാതെ ക്ലിന്റ് ഭക്ഷണം കഴിക്കാൻ വരും. ഭക്ഷണത്തിന് മുമ്പ് വൈൻ കുടിക്കും. വൈനിൽ വിഷം
വിഷം ചേർക്കാം എന്നവൾ കരുതി. ബാസ്ക്കറ്റ് തുറന്ന് അവൾ ആ ബോട്ടിലെടുത്തു. അതിൽ നിന്നും ബാക്കിയുണ്ടായിരുന്ന വിഷം ഒരു ഗ്ലാസ് വൈനിൽ കലർത്തി. പക്ഷെ തൊട്ടുപുറകെ അപ്പോൾ തന്നെ ക്ലിന്റ് അങ്ങോട്ടേക്ക് വന്നു. അവളെ സഹായിക്കാനെന്ന പേരിൽ ഒഴിച്ചു വെച്ചിരുന്ന 2 വൈൻ ഗ്ലാസും എടുത്ത് നേരെ ടേബിളിലേക്ക് പോയി. ജോവാന ആകെ വല്ലാതായി. 2 ഗ്ലാസ്സിൽ ഏതോ ഒന്നിലാണ് വിഷം കലർത്തിയിരിക്കുന്നത്. പക്ഷെ ഏതാണെന്ന് അവൾക്കിപ്പോൾ ഒരു പിടുത്തവുമില്ല. തെറ്റായ ഗ്ലാസ് തിരഞ്ഞെടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചതും ജോവാന ആകെ അങ്കലാപ്പിലായി. ഒടുവിൽ വൈൻ ആദ്യമേ കുടിക്കാതിരിക്കാൻ വേണ്ട പ്രിക്കോഷൻസ് അവൾ എടുത്തു. ഒടുവിൽ ക്ലിന്റ് വൈൻ കുടിച്ചു. വിഷം ക്ലിന്റിന്റെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. വല്ലാത്ത വേദനയോടെ അയാൾ അലറി വിളിച്ചു. വിഷം ഹൃദയത്തെ ആക്രമിക്കാൻ തുടങ്ങിയതും വേദന കൊണ്ട് പൊളഞ്ഞയാൾ താഴെ വീണു. ജോവാനയോട് സഹായം അഭ്യർത്ഥിച്ചു. പക്ഷേ തന്റെ നേരെ നീട്ടിയ കൈ ജോവാന തട്ടിമാറ്റുകയായിരുന്നു ചെയ്തത്. ക്ലിന്റിന്റെ മരണം തന്റെ ജീവിതം മെച്ചപ്പെടുത്തേയുള്ളൂ എന്ന മട്ടിലായിരുന്നു ജോവാന പറഞ്ഞത്. കുറച്ചു കഴിഞ്ഞതും ക്ലിന്റ് അനക്കമറ്റ് അവിടെ വീണു. തൊട്ടുപുറകെ ജോവാന സ്കോട്ട്ലാൻഡിനെ വിളിച്ചു. കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. തൊട്ടുപുറകെ അവിടുത്തെ അതോറിറ്റീസിനെ അവൾ വിവരമറിയിച്ചു. താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ കൂടി വേണ്ടിയിട്ടായിരുന്നു അത്. ഷെരീഫ് സാമും സംഘവും എത്തി അവിടുത്തെ കാര്യങ്ങൾ നോക്കി. കുറച്ചു മുമ്പ് തന്റെ കൂടെ ഫിഷിങ്ങിന് വന്ന വ്യക്തിയാണ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ട് കിടക്കുന്നു. ഡോക്ടറും വന്ന് കൃത്യമായി പരിശോധിച്ചു. ഈ സമയം നേരത്തെ താഴെ വീണ പോയിസൺ തുള്ളികൾ താഴെ തന്നെ ഉണ്ടായിരുന്നു. സാം അതിനടുത്തുവരെ വന്നതാണ്. പക്ഷെ അയാൾ അത് ശ്രദ്ധിച്ചില്ല. പിന്നാലെ ക്ലിന്റിന്റെ മൃതദേഹം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റപ്പെട്ടു. രാത്രിയിൽ ഒരു സംഭവമുണ്ടായി. ഏതൊരു മൃതദേഹം ഒന്നനങ്ങി. അടുത്ത ദിവസം പുലർച്ചെ ക്ലിന്റിന്റെ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. എത്രയും പെട്ടെന്ന് സംസ്കാര ചടങ്ങുകൾ നടത്തണം എന്ന് ജോവാന ആവശ്യപ്പെട്ടതുകൊണ്ടായിരുന്നു അത്. പോസ്റ്റ്മോർട്ടം ഒന്നും നടന്നില്ല. ഡോക്ടർ സ്കോട്ട്ലാൻഡും മോർച്ചറിയിലേക്ക് വിളിച്ച് വേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിരുന്നു. അതോടെ ഫ്യൂണറൽ സ്റ്റാഫ് ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികൾ, പോസ്റ്റ്മോർട്ടം പ്രൊസീജിയേഴ്സ് എല്ലാം നിർത്തലാക്കപ്പെട്ടു. എത്രയും പെട്ടെന്ന് ക്ലിന്റിന്റെ മൃതദേഹം സംസ്കരിക്കാൻ വേണ്ട ചടങ്ങുകളിലേക്ക് കാര്യങ്ങൾ നീങ്ങി. വില കുറഞ്ഞ ഒരു ശവപ്പെട്ടിയായിരുന്നു ക്ലിന്റിനായി ജോവാന വാങ്ങിയതുപോലും. പാഴ്മരം കൊണ്ട് നിർമ്മിച്ചെടുത്ത ഒന്ന്. വൈകാതെ ക്ലിന്റിന്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു. നെയ്ബേഴ്സും ഫാമിലിയും ഫ്രണ്ട്സും മാത്രമായിരുന്നു എത്തിയിരുന്നത്. പക്ഷേ സംസ്കാര ചടങ്ങുകൾക്കിടയിൽ വിചിത്രമായ ചില കാര്യങ്ങൾ നടന്നു. ജോവാന ക്ലിന്റിന്റെ ശവപ്പെട്ടിയിൽ ഒരു പൂ വയ്ക്കാൻ വന്നപ്പോൾ ക്ലിന്റിന്റെ നായ വല്ലാതെ കുരയ്ക്കാൻ തുടങ്ങി. പക്ഷേ ജോവാന തന്റെ പെർഫോമൻസ് തുടർന്നുകൊണ്ടേയിരുന്നു. അവൾ കണ്ണീരൊഴുക്കി. ഏവരുടെയും മുമ്പിൽ സഹതാപം അർഹിക്കുന്ന ഒരു ഭാര്യയായി അവൾ നിന്നു. അന്ന് രാത്രിയിൽ അവിടെ ശക്തമായ മഴയും ഇടിവെട്ടുമൊക്കെ ഉണ്ടായിരുന്നു. ജോവാനയും സ്കോട്ട്ലാൻഡും ക്ലിന്റിന്റെ വീട്ടിൽ ഒത്തുകൂടി. അവരുടെ പദ്ധതി വിജയിച്ചിരിക്കുന്നു. ഇരുവരും മദ്യപിച്ചും മറ്റും ഒന്നിച്ചാഘോഷിക്കാൻ തുടങ്ങി. പക്ഷേ അപ്രതീക്ഷിതമായ ചിലത് സംഭവിക്കുകയായിരുന്നു. ക്ലിന്റിന്റെ വളർത്തുനായ ഡ്യൂക്ക് പുറത്തൂടെ ഓടി നടന്ന് വലിയ തോതിൽ കുരയ്ക്കാൻ തുടങ്ങി. കുരയ്ക്കുന്ന ആ ശബ്ദവും മറ്റും ജോവാനയെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ജോവാന തന്റെ വീട്ടിലുണ്ടായിരുന്ന തോക്കെടുത്ത് പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്നേക്കുമായി ഡ്യൂക്കിനെ ഇല്ലാതാക്കലായിരുന്നു ജോവാനയുടെ ലക്ഷ്യം. അവൾ നേരെ വെടിയുതിർത്തു. പക്ഷെ വെടികൊണ്ടതാകട്ടെ കൃത്യം ഗേറ്റിലായിരുന്നു. ഗേറ്റ് തുറക്കപ്പെട്ടു. അതോടെ ഡ്യൂക്ക് പുറത്തേക്കിറങ്ങിയോടി. ജോവാന ഡ്യൂക്കിനെ കൊല്ലാൻ പുറകെ വെടിയുതിർത്തെങ്കിലും വെടിയൊന്നും ഏൽക്കാതെ പുറത്തേക്കൂടി ഡ്യൂക്ക് രക്ഷപ്പെട്ടു. ആ രാത്രിയിൽ ഡ്യൂക്ക് ഓടിപ്പോയത് നേരെ അവിടുത്തെ സെമിത്തേരിയിലേക്കായിരുന്നു. ക്ലിന്റിനെ അടക്കം ചെയ്ത് ആ കുഴിമാടത്തിന് മുമ്പിൽ ഡ്യൂക്ക് ഇരിക്കാൻ ആരംഭിച്ചു. പിന്നാലെയാണത് സംഭവിച്ചത്. ശവപ്പെട്ടിക്കകത്തുണ്ടായിരുന്ന ക്ലിന്റ് പെട്ടെന്ന് കണ്ണു തുറന്നു. അയാൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. വിഷത്തിന്റെ ആഘാതത്തിൽ പൂർണ്ണമായ മരണം പോലൊരു അബോധാവസ്ഥ അയാളെ ബാധിച്ചതായിരുന്നു. ക്ലിന്റ് ഇപ്പോൾ ഉണർന്നിരിക്കുന്നു. താൻ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നതായി ക്ലിന്റ് മനസ്സിലാക്കി. അയാൾ അലറി വിളിച്ചു. ഒടുവിൽ തന്റെ അവസാന ശക്തിയും എടുത്ത് ആ പെട്ടി തകർത്ത് പുറത്തു വരാനുള്ള ശ്രമം നടത്തി. മഴ പെയ്ത് മണ്ണാകെ നനഞ്ഞിരിക്കുകയായിരുന്നു. പഴയ മരം കൊണ്ടുണ്ടാക്കിയ പെട്ടിയും. ക്ലിന്റിന് അത് തകർത്ത് ഒരു തരത്തിൽ പുറത്തു ചാടാൻ പറ്റി. പക്ഷെ ആ ശ്രമത്തിൽ അയാളുടെ കയ്യിലും മറ്റും സാരമായ പരിക്കേറ്റിരുന്നു. എഴുന്നേറ്റ് വന്ന ക്ലിന്റിനെ കണ്ട് ഡ്യൂക്ക് വല്ലാതെ കുരച്ചു. ആ മഴയത്ത് അവശതയിൽ നടന്ന് ക്ലിന്റ് തന്റെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തുമ്പോ ഫ്രണ്ട് ഡോർ ലോക്ക്ഡ് ആണ്. വീടിന്റെ വശത്തൂടെ നടന്ന് ക്ലിന്റ് മുന്നോട്ടേക്ക് ചെന്നു. ബെഡ്റൂമിന്റെ ഭാഗത്തെ ജനലിലൂടെ കണ്ട കാഴ്ച ക്ലിന്റിനെ അക്ഷരാർത്ഥത്തിൽ തകർത്തു. ജോവാനയും ഡോക്ടർ സ്കോട്ട്ലാൻഡും ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നൊരു നോട്ടത്തിൽ ജനാലക്കൽ ആരോ ഉള്ള പോലെ ജോവാന നോക്കിക്കണ്ടു. അവൾ അലറി വിളിച്ചു. ക്ലിന്റ് പെട്ടെന്ന് അവിടുന്ന് മാറി. സ്കോട്ട്ലാൻഡ് പോയി അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയെങ്കിലും ആരെയും അവിടെ കാണാൻ പറ്റിയിരുന്നില്ല. ഒരു തോന്നലായിരിക്കും എന്നവർ ആശ്വസിച്ചു. ഒടുവിൽ സ്കോട്ട്ലാൻഡ് വീട് വിട്ട് പോകുന്നവരെ ക്ലിന്റ് പുറത്ത് വെയിറ്റ് ചെയ്തു. ഒടുവിലൊരു ഘട്ടത്തിൽ വീടിന്റെ വശത്തെ ബേസ്മെന്റിന്റെ വിൻഡോ തകർത്ത് ക്ലിന്റ് അകത്തേക്ക് കടന്നു. ബേസ്മെന്റ് വഴി മുകളിലേക്ക് കയറാം എന്നായിരുന്നു ക്ലിന്റ് കരുതിയത്. പക്ഷേ ശരീരം വല്ലാതെ തളർന്നിരുന്നു. മുകളിലേക്ക് കയറാൻ പറ്റാതെ ക്ലിന്റ് അവിടെ കുഴഞ്ഞു വീണു.
അടുത്ത ദിവസം ജോവാന പോയി ക്ലിന്റിന്റെ വക്കീലിനെ കണ്ടു. ക്ലിന്റിന്റെ ആസ്തിയുടെ വിവരങ്ങളും ബാങ്ക് ബാലൻസിനെ പറ്റിയുള്ള വിവരങ്ങളുമൊക്കെ ജോവാനയ്ക്ക് കിട്ടി. 1.5 മില്യൺ കിട്ടിയാൽ ക്ലിന്റിന്റെ കമ്പനി മറ്റാർക്കെങ്കിലും വിറ്റേക്കാം എന്ന മട്ടിൽ ജോവാന സംസാരിച്ചു. പക്ഷേ 48 മണിക്കൂറിനുള്ളിൽ പേയ്മെന്റ് മുഴുവനായും കിട്ടണം എന്നൊരു കാര്യം കൂടി ജോവാന എടുത്തു പറഞ്ഞിരുന്നു. ഏറെക്കുറെ ഇതേ സമയത്തായിരുന്നു മറുവശത്ത് ബേസ്മെന്റിൽ ക്ലിന്റിന്റെ ബോധം തെളിയുന്നത്. അവശതയിലാണെങ്കിലും ഒരു തരത്തിൽ ക്ലിന്റ് മുകളിലേക്ക് പിടിച്ചു കയറി വന്നു. പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ചു. ഏറെ വിശപ്പുണ്ടായിരുന്നു. ഫ്രിഡ്ജ് തുറന്ന് കഴിക്കാൻ കിട്ടിയത് എടുത്തു കഴിച്ചു. ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജോവാനയുടെ കാർ വരുന്നത് ക്ലിന്റ് ശ്രദ്ധിക്കുന്നത്. തിരികെ പോയ ക്ലിന്റ് റൈഫിൾ എടുത്ത് അതിൽ ബുള്ളറ്റ് നിറയ്ക്കാൻ തുടങ്ങി. ജോവാനയെ കൊന്നു തള്ളണം. തന്നോട് അത്രമേൽ ക്രൂരത ചെയ്തതാണ് ക്ലിന്റ് ഉറപ്പിച്ചു. പക്ഷേ പെട്ടെന്ന് അതിനുള്ള ശ്രമത്തിനിടയിൽ ഉണ്ടകൾ ക്ലിന്റിന്റെ കയ്യിൽ നിന്ന് താഴേക്ക് വീണു. അതോടെ അതെടുക്കുവാൻ ക്ലിന്റിന് അവിടെ കുറച്ചു സമയം ചിലവഴിക്കേണ്ടി വന്നു. ഒരു ഉണ്ട കിട്ടിയതും അതിട്ട് തോക്ക് ലോഡ് ചെയ്ത് ജോവാനയെ വകവരുത്താൻ ഉദ്ദേശിച്ച് ക്ലിന്റ് തോക്കുമായി പുറത്തേക്ക് വന്നു. ജോവാനയ്ക്കെതിരെ കാഞ്ചി വലിക്കാൻ ക്ലിന്റ് തയ്യാറായതായിരുന്നു. പക്ഷെ അപ്പോഴാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത്. അങ്ങോട്ടേക്ക് ഷെരീഫ് സാം കടന്നു വന്നു. ക്ലിന്റിന്റെ വീടിന് മുമ്പിൽ ഫോർ സെയിൽ എന്ന ബോർഡ് വെച്ചിരുന്നു. അത് കണ്ടിട്ടായിരുന്നു സാം വന്നത്. ക്ലിന്റ് എത്രമേൽ കഷ്ടപ്പെട്ട് എത്രമേൽ ആഗ്രഹിച്ചു കിട്ടിയ വീടാണത് എന്ന് ഷെരീഫ് സാമിനറിയാം. ആ വീടിങ്ങനെ എളുപ്പത്തിൽ വിൽക്കാൻ വേണ്ടി വെക്കാൻ ജോവാനയ്ക്ക് എങ്ങനെ കഴിഞ്ഞു? സാം ചോദിച്ചു. ക്ലിന്റ് പോയ ശേഷം ഈ വീട്ടിൽ നിൽക്കുമ്പോ വല്ലാത്ത വേദനയാണെന്നും പഴയതുപോലെയല്ല അനുഭവപ്പെടുന്നത് എന്നുമായിരുന്നു ജോവാനയുടെ അഭിനയത്തോട് കൂടിയ മറുപടി. വിൽക്കുകയല്ലാതെ മറ്റൊരു വഴിയും മുമ്പിൽ കണ്ടില്ലെന്നും ജോവാന കൂട്ടിച്ചേർത്തു. കുറച്ചുനേരം ആ സംസാരം തുടർന്നു. ഒടുവിൽ ഷെരീഫ് അവിടെ നിന്ന് ഇറങ്ങുന്ന നേരത്തായിരുന്നു ഡോക്ടർ കോട്ട്ലാൻഡ് അങ്ങോട്ടേക്ക് വരുന്നത്. സാധാരണ ഒരു പേഷ്യന്റിനെ കാണാമെന്ന പോലെ കോട്ട്ലാൻഡ് പെരുമാറി. ഷെരീഫ് സാമിന് ഒരു സംശയവും തോന്നിയതുമില്ല. ഷെരീഫ് സാം പോയി കഴിഞ്ഞതും കോട്ട്ലാൻഡും ജോവാനയും വീടിനകത്തെത്തി സംസാരം ആരംഭിച്ചു. മറിഞ്ഞിരുന്ന ക്ലിന്റ് തോക്കുമായി പുറത്തേക്ക് വന്നു. കോട്ട്ലാൻഡിനെയും അവിടെ കണ്ടതും അവന്റെ ദേഷ്യം മാളി കയറാൻ തുടങ്ങി. തോക്കിൽ ഒരു ബുള്ളറ്റേയുള്ളൂ. ഒരു ബുള്ളറ്റ് കൂടി എടുക്കണം. രണ്ടുപേരെയും ഒറ്റയടിക്ക് വകവരുത്തണം. അത്രയും ദേഷ്യവും വെറിയും ക്ലിന്റിന്റെ ഉള്ളിൽ തോന്നി. അവൻ ബുള്ളറ്റ് എടുക്കാൻ വേണ്ടി ബേസ്മെന്റിലേക്ക് ചെന്നു. ഇതേ സമയം കോട്ട്ലാൻഡും ജോവാനയും സംസാരിക്കുകയാണ്. ഷെരീഫ് സാം അവിടെ എത്തിയതും സംസാരിച്ചതുമായ കാര്യങ്ങൾ വെച്ച് ജോവാനയ്ക്ക് എന്തോ ഒരു ടെൻഷൻ തോന്നുന്നുണ്ടായിരുന്നു. ഷെരീഫ് സാമിന് എന്തെങ്കിലും സംശയമുണ്ടോ എന്നവൾ ഭയപ്പെട്ടു. അവളക്കാര്യം കോട്ട്ലാൻഡിനോടും പങ്കുവെച്ചു. എത്രയും പെട്ടെന്ന് നമുക്കിവിടം വിട്ട് പോകാമെന്നും സാമിനെ എന്തെങ്കിലും കണ്ടെത്തുന്നതിനു മുമ്പേ ഇവിടെ നിന്ന് കടന്നു കളയാമെന്നും തന്റെ കൂടെ വരണമെന്നും ജോവാന കോട്ട്ലാൻഡിനടുക്കൽ പറഞ്ഞു. പക്ഷേ കോട്ട്ലാൻഡിന് അത് പറ്റുമായിരുന്നില്ല. ജോവാനയോട് ഒരു രാത്രി കൂടി ക്ഷമിക്കാനും അടുത്ത ദിവസം ക്ലിന്റിന്റെ കമ്പനി വിറ്റതും മറ്റുമായ പണം കിട്ടുമെന്നും അതുമായി നമുക്ക് പോകാമെന്നും കോട്ട്ലാൻഡ് വ്യക്തമാക്കി. തോക്കിൽ ബുള്ളറ്റ് നിറച്ച ശേഷം അങ്ങോട്ടേക്ക് കയറി വരികയായിരുന്ന ക്ലിന്റ് ആ സമയം അവരുടെ സംസാരം കേട്ടു. പക്ഷെ അവരുടെ സംസാരം കേട്ട് ക്ലിന്റ് ആകെ തകർന്നു പോയിരുന്നു. സംസാരത്തിൽ ഒരു കാര്യം തെളിഞ്ഞു വന്നു. ഒരിക്കൽ ജോവാന ഗർഭിണിയായിരുന്നു. ക്ലിന്റിന്റെ കുട്ടിയായിരുന്നു ജോവാനയുടെ വയറ്റിൽ ഉണ്ടായിരുന്നത്. പക്ഷേ കോട്ട്ലാൻഡിന്റെ സഹായത്തോടെ ജോവാന ആ കുട്ടിയെ വേണ്ടെന്ന് വെച്ചു. ഒന്നിച്ച് ജീവിക്കണമെന്ന് വെച്ച് അവർ ചെയ്ത കടുങ്കൈയായിരുന്നു അത്. അത് കേട്ടതും ക്ലിന്റിന് സഹിക്കാൻ സാധിച്ചില്ല. തന്നെ എത്രമാത്രം അവർ ചതിച്ചിരിക്കുന്നു, ദ്രോഹിച്ചിരിക്കുന്നു എന്ന് ക്ലിന്റ് ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ അവർക്കങ്ങനെ ഒറ്റയടിക്കൊരു മരണം കൊടുത്താൽ ശരിയാവില്ല എന്ന് ക്ലിന്റിന് തോന്നി. അവർ അനുഭവിക്കണം, അവരെ നരകിപ്പിക്കണം. ക്ലിന്റിന്റെ ഉള്ളിൽ വല്ലാത്തൊരു വെറിയുണരുന്നുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ കോട്ട്ലാൻഡ് മടങ്ങിപ്പോയി കഴിഞ്ഞ് ജോവാന ഉറങ്ങുമ്പോ ക്ലിന്റ് പതിയെ പുറത്തു വന്നു. ബാത്റൂമിൽ പോയി ശരീരത്തിലെ അഴുക്ക് മുഴുവൻ കഴുകിക്കളഞ്ഞു. വേദന സഹിച്ച് മുറിവുകൾ കഴുകി അതിൽ മരുന്നുകൾ വെച്ചു. ആ ദിവസം അങ്ങനെ കടന്നുപോയി. അടുത്ത ദിവസം പുലർച്ചെ ജോവാനയുടെ വീട്ടിലേക്ക് കുറച്ചാളുകൾ വന്നു. ക്ലിന്റിന്റെ കമ്പനി വിറ്റതും മറ്റുമായുള്ള പണവുമായിട്ടായിരുന്നു അവരുടെ വരവ്. ഏറെക്കുറെ ഇതേ സമയത്താണ് ഷെരീഫ് സാമിന് ഒരു ഫോൺ കോൾ വന്നത്. സെമിത്തേരിയിൽ നിന്നായിരുന്നു. ക്ലിന്റിനെ അടക്കം ചെയ്ത ഭാഗത്ത് എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു. കുഴിമാടം തുറക്കപ്പെട്ടിരിക്കുന്നു. അകത്തെ പെട്ടിയിൽ ക്ലിന്റിന്റെ മൃതദേഹം പോലുമില്ല. ഗ്രൗണ്ട്സ് കീപ്പറായിരുന്നു വിവരം ഷെരീഫ് സാമിനെ അറിയിച്ചത്. ഷെരീഫ് സാം എത്തി അവിടുത്തെ കാര്യങ്ങൾ പരിശോധിച്ചു. പിന്നാലെ അവിടെ ഉള്ളവരോടായി പറഞ്ഞു, ഈ വിവരം ഇപ്പോൾ പുറത്തു പോവരുത്. ഞാനിതിനെപ്പറ്റി അന്വേഷണം നടത്തട്ടെ, എന്നിട്ട് ഇതിലൊരു തീരുമാനമെടുക്കാം. മറുവശത്ത് പണമടങ്ങിയ പെട്ടി ജോവാനയുടെ കയ്യിൽ കിട്ടിയല്ലോ. പണം കണ്ടതും അവൾക്ക് അത്രമേൽ സന്തോഷം വന്നിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് അവൾ ബാത്റൂമിലേക്ക് കടന്നു. പെട്ടെന്ന് അവളുടെ ആ ചിരി മാഞ്ഞു. ബാത്റൂം മുഴുവൻ മണ്ണും മറ്റുമായി അഴുക്കു പിടിച്ചു കിടക്കുന്നു. അവളിലൊരു ഭയം വന്നു. എന്നാലും പെട്ടെന്ന് അവൾ അത് മുഴുവൻ ക്ലീൻ ചെയ്യാൻ ആരംഭിച്ചു. അപ്പോഴാണ് പുറത്തുനിന്നും വല്ലാത്ത ശബ്ദവും ഡ്യൂക്കിന്റെ കുരയുമൊക്കെ കേൾക്കുന്നത്. നായയെ വകവരുത്താൻ തീരുമാനിച്ച് തോക്കെടുത്ത് അവൾ അങ്ങോട്ടേക്ക് കടന്നു വന്നു. നായക്ക് നേരെ തോക്ക് ചൂണ്ടി. അപ്പോഴായിരുന്നു മാസ്ക് വെച്ച ഒരാൾ അവളുടെ മുമ്പിലേക്ക് കടന്നു വന്നത്. ആ രൂപം കണ്ട് അവൾ ഭയപ്പെട്ടു. നിലതെറ്റി അവൾ ബേസ്മെന്റിനകത്തേക്ക് വീണു.
ഇതേസമയം മറുവശത്ത് കോട്ട്ലാൻഡ് ആകട്ടെ ഒരു ഫിഷിൽ നിന്ന് വീണ്ടും അതേ വിഷം ഡെവലപ്പ് ചെയ്തെടുക്കുകയായിരുന്നു. ജോവാനയെയും വകവരുത്താൻ കോട്ട്ലാൻഡ് തീരുമാനിച്ചിരുന്നു. കിട്ടുന്ന പണവുമായി കടന്നുകളയാനായിരുന്നു കോട്ട്ലാൻഡിന്റെ പദ്ധതി. സന്ധ്യയോടെയാണ് ഡോക്ടർ അങ്ങോട്ടേക്ക് കടന്നു വന്നത്. സിറിഞ്ചിൽ വിഷവും അയാൾ നിറച്ചിരുന്നു. വീടിനകത്തേക്ക് കടന്ന കോട്ട്ലാൻഡ് ജോവാനയെ വിളിക്കാൻ തുടങ്ങി. പക്ഷേ ജോവാനയുടെ ഒരു അനക്കവും കേൾക്കുന്നുണ്ടായിരുന്നില്ല. റൂമിലേക്ക് എത്തിയപ്പോൾ പണം നിറച്ച സ്യൂട്ട് കേസ് ഡോക്ടർ കോട്ട്ലാൻഡ് നോക്കിക്കണ്ടു. ഇതേ സമയത്തായിരുന്നു ബേസ്മെന്റിൽ കിടന്നിരുന്ന ജോവാനയ്ക്ക് ബോധം തെളിയുന്നത്. ആരോ ഒരാൾ തന്റെ പേര് വിളിക്കുന്നത് ജോവാന കൃത്യമായി കേട്ടു. വീടിനകത്തേക്കാരോ കടന്നു കയറിയിട്ടുണ്ട് എന്ന് കരുതി അവൾ എന്തായാലും തന്നെ ആക്രമിച്ച വ്യക്തി ബേസ്മെന്റിലേക്ക് വരുമെന്നും അപ്പോൾ അയാളെ ആക്രമിക്കാം എന്നും ഉറപ്പിച്ച് അവിടെ പതുങ്ങിയിരിക്കാൻ തുടങ്ങി. ജോവാനയെ അന്വേഷിച്ച് ബേസ്മെന്റിലേക്ക് കോട്ട്ലാൻഡും ഇറങ്ങി വരാൻ ആരംഭിച്ചു. അതാരെന്ന് ശ്രദ്ധിക്കാതിരുന്ന ജോവാനയാകട്ടെ കോട്ട്ലാൻഡ് ഇറങ്ങി വന്നതും അതേതോ കടന്നുകയറ്റക്കാരനാണെന്ന് ചിന്തിച്ച് കോട്ട്ലാൻഡിന്റെ തലക്കടിച്ചു. കോട്ട്ലാൻഡ് താഴെ വീണു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന വിഷമടങ്ങിയ സിറിഞ്ച് തെറിച്ചുപോയി. കൂട്ടത്തിൽ പണപ്പെട്ടിയും താഴെ വീണു. അതാരെന്ന് പോലും ശ്രദ്ധിക്കാതെ വേഗത്തിൽ പണപ്പെട്ടിയും എടുത്ത് പുറത്തു കിടക്കാനായിരുന്നു അപ്പോൾ ജോവാന ശ്രമിച്ചത്. ജോവാന പക്ഷേ മുകളിലേക്ക് കയറി വരാൻ തുടങ്ങിയതും മുഖം മൂടി വെച്ച് അങ്ങോട്ടേക്കെത്തിയ ക്ലിന്റ് ബേസ്മെന്റിന്റെ വാതിലടച്ചു. ജോവാന വലിയ വായിൽ അലറി വിളിച്ചെങ്കിലും ക്ലിന്റ് വാതിൽ തുറന്നതേയില്ല. തൊട്ടുപുറകെ കുറെ മരത്തടികളുമായി വീടിനകത്തേക്ക് ക്ലിന്റ് നടന്നു കയറാൻ തുടങ്ങി. അവരെന്തോ വലിയ തോതിൽ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. വീടിനകത്തെന്തോ പ്രവൃത്തികൾ ചെയ്യാൻ ക്ലിന്റ് തയ്യാറെടുത്തു. മറുവശത്ത് അപ്പോഴേക്കും താൻ അടിച്ചു വീഴ്ത്തിയത് തന്റെ കാമുകൻ ഡോക്ടർ കോട്ട്ലാൻഡിനെയാണ് എന്ന് ജോവാന തിരിച്ചറിഞ്ഞു. മയക്കത്തിൽ നിന്ന് കോട്ട്ലാൻഡിനെ ജോവാന പതിയെ ഉണർത്തി. കോട്ട്ലാൻഡിനോട് ക്ഷമ ചോദിച്ച അവൾ തങ്ങളെ ആരോ ബേസ്മെന്റിൽ ബന്ധിച്ചിരിക്കുകയാണ് എന്ന കാര്യം കോട്ട്ലാൻഡിനടുക്കൽ അറിയിച്ചു. അവിടെ ഉണ്ടായിരുന്ന തോക്കെടുത്ത് വാതിലിൽ വെടിയുതിർത്ത് ഡോർ തകർത്ത് പുറത്തു കിടക്കാൻ കോട്ട്ലാൻഡ് ശ്രമിച്ചെങ്കിലും ആ ശ്രമം വിജയിച്ചില്ല. അതോടെ ബേസ്മെന്റ് വിൻഡോ തകർത്ത് പുറത്തു കിടക്കാം എന്ന് കോട്ട്ലാൻഡ് ചിന്തിച്ചു. പക്ഷേ വിൻഡോസ് പുറത്തുനിന്ന് പലകയടിച്ചു വെച്ച നിലയിലായിരുന്നു. പോരാത്തതിന് പുറത്ത് ഡ്യൂക്ക് വല്ലാതെ കുരയ്ക്കുന്നുമുണ്ട്. കോട്ട്ലാൻഡ് ആകെ ഭയപ്പെട്ടു നിന്നു. ഇതേസമയം മുകളിൽ ക്ലിന്റ് ചെയ്യുന്ന പ്രവൃത്തി വ്യക്തമാവുകയായിരുന്നു. വീടിനകത്ത് മാറ്റങ്ങൾ വരുത്തിയ ക്ലിന്റ് വീട് റീബിൽഡ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അതുമെന്തോ പ്രത്യേക രീതിയിൽ. ശബ്ദം കേട്ട് ബേസ്മെന്റിലുണ്ടായിരുന്ന ജോവാനയും കോട്ട്ലാൻഡും വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അങ്ങനെ കിടന്നെപ്പോഴോ ജോവാനയും കോട്ട്ലാൻഡും മയങ്ങിപ്പോയിരുന്നു. പിറ്റേന്ന് പുലർച്ചെയായിരുന്നു അവർ എഴുന്നേറ്റത്. മുകളിൽ നിന്ന് കേട്ട ശബ്ദവും സാഹചര്യവും എല്ലാം പരിഗണിക്കുമ്പോൾ തങ്ങളെവിടെ ട്രാപ്പ് ചെയ്തിരിക്കുന്നത് ഷെരീഫ് സാമാണെന്നൊരു തോന്നൽ ജോവാനയ്ക്കും കോട്ട്ലാൻഡിനും വന്നു. തങ്ങൾക്ക് കിട്ടിയ പണം അടിച്ചു മാറ്റാനായിരിക്കും അയാളുടെ പരിപാടിയെന്നും അവർ ചിന്തിച്ചുറപ്പിച്ചു. ആ സമയത്താണ് ജോവാന കോട്ട്ലാൻഡിന്റെ അടുക്കൽ നിന്നും അവിടെ തെറിച്ചു വീണ സിറിഞ്ച് കാണുന്നത്. അത് കയ്യിൽ കിട്ടിയതും കോട്ട്ലാൻഡ് തന്നെ കൊല്ലാൻ വന്നതാണെന്ന കാര്യം ജോവാനയ്ക്ക് ഏറെക്കുറെ ഊഹിക്കാൻ സാധിച്ചു. അതൊന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി നമുക്ക് ഈ പണം മുഴുവൻ കത്തിച്ചു കളയാമെന്നും ഇവിടുന്ന് രക്ഷപ്പെടാമെന്നും കോട്ട്ലാൻഡിന്റെ പ്രണയം സത്യമാണെന്ന് തെളിയിക്കാൻ അത് ചെയ്യാൻ തന്റെ കൂടെ നിൽക്കാനും ജോവാന പറഞ്ഞു. പക്ഷേ പണം കത്തിക്കാൻ കോട്ട്ലാൻഡ് എന്തു ചെയ്താൽ ഒരുക്കമായിരുന്നില്ല. ദേഷ്യം വന്ന ജോവാന സിറിഞ്ച് കാട്ടി കോട്ട്ലാൻഡിനെ വിരട്ടാൻ തുടങ്ങി. അവനോട് സത്യം പറയാൻ പറഞ്ഞു. ഒടുവിൽ ഭയന്ന കോട്ട്ലാൻഡ് സത്യങ്ങൾ മുഴുവൻ ജോവാനയ്ക്കടുക്കൽ വെളിപ്പെടുത്തി. ഒക്കെ കേട്ടതും ഏറെ ദേഷ്യം വന്ന ജോവാന കോട്ട്ലാൻഡിനെ ആക്രമിക്കാൻ ആരംഭിച്ചു. പക്ഷേ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പേ അവിടുത്തെ ആ ബേസ്മെന്റ് ഡോർ തുറന്നു. അതോടെ ഇരുവരും ഫൈറ്റ് നിർത്തി മുകളിലേക്ക് കയറി ചെല്ലാൻ ആരംഭിച്ചു. പക്ഷേ മുകളിലെത്തിയതും അവിടുത്തെ കാഴ്ചകൾ അവരെ ഞെട്ടിച്ചു കളഞ്ഞു. ആ ഭാഗം മുഴുവൻ മാറിയിരിക്കുന്നു. പലയിടത്തും ഭിത്തികൾ രൂപം കൊണ്ടിരിക്കുന്നു. മൊത്തത്തിൽ ഇരുട്ട് നിറഞ്ഞൊരു പ്രദേശമായിട്ട് അവിടെ മാറിയിരിക്കുകയാണ്. അവരാകെ കൺഫ്യൂസ്ഡ് ആയി. ഒപ്പം വല്ലാത്തൊരു ഭയവും വന്നു. ഭയം വർദ്ധിച്ചതും അവരുടെ പദ്ധതികൾ പാളിയെന്ന് പറഞ്ഞ് ഇരുവരും പരസ്പരം കുറ്റപ്പെടുത്താനും തുടങ്ങി. പക്ഷേ രക്ഷപ്പെടാനുള്ള അവരുടെ ശ്രമം അവരിരുവരെയും രണ്ടു വഴിക്കാക്കി. അവർക്കിടയിൽ ഒരു വുഡൻ ബോർഡ് കടത്തിവെച്ച് ക്ലിന്റ് ആയിരുന്നു അവരെ സെപ്പറേറ്റ് ചെയ്തത്. ക്ലിന്റ് പ്രത്യേകമായി സൃഷ്ടിച്ച ഒരു ഇടനാഴി വഴിയാണ് സെപ്പറേറ്റഡ് ആയ കോട്ട്ലാൻഡ് മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത്. കുറച്ചു ദൂരം മുന്നിട്ട് ചെന്നതും കോട്ട്ലാൻഡിന്റെ മുമ്പിൽ ഒരു നിഴൽ രൂപം പ്രത്യക്ഷപ്പെട്ടു. അത് ഷെരീഫ് സാമായിരിക്കും എന്നായിരുന്നു കോട്ട്ലാൻഡ് ചിന്തിച്ചത്. മുഴുവൻ പണവും തരാം, തന്നെ വെറുതെ വിട്ടാൽ മതി എന്ന മട്ടിൽ കോട്ട്ലാൻഡ് പറഞ്ഞു. കോട്ട്ലാൻഡ് നടന്നെത്തുന്നതിനു മുമ്പ് ക്ലിന്റ് കോട്ട്ലാൻഡിന്റെ മുമ്പിലേക്ക് വന്നു നിന്നു. ക്ലിന്റിനെ കണ്ടതും കോട്ട്ലാൻഡ് ആകെ ഭയപ്പെട്ടു. പിന്തിരിഞ്ഞോടാൻ ശ്രമിക്കുന്നതിനിടയിൽ വീണു. കയ്യിലുണ്ടായിരുന്ന വിഷമടങ്ങിയ സിറിഞ്ച് അവന്റെ തന്നെ ശരീരത്തിലേക്ക് തുളഞ്ഞു കയറി. മറുവശത്ത് ഈ ശബ്ദമൊക്കെ കേട്ട് ജോവാന ഭയന്നിരിക്കുകയാണ്. അധികം വൈകാതെ ജോവാനയുടെ മുമ്പിലേക്ക് മാസ്ക് വെച്ച ആ മനുഷ്യനെത്തി. മാസ്ക് ധരിച്ച മനുഷ്യനെ കണ്ടതും ജോവാന ഭയപ്പെട്ടു. രക്ഷപ്പെടാൻ വേണ്ടി മുമ്പിലുള്ള നാരോ പാസേജിലൂടെ മുമ്പോട്ടേക്ക് പോയി. ഇഴഞ്ഞിഴഞ്ഞവൾ അകത്തേക്ക് കയറി. ഒടുവിൽ ഒരെൻഡിൽ അവൾ എത്തിച്ചേർന്നു. ഒരു ശവപ്പെട്ടി പോലെ അത്രയും ഇടമേ അവളുണ്ടായിരുന്ന ആ ഭാഗത്തിനുണ്ടായിരുന്നുള്ളൂ. അവൾ അവിടെ ട്രാപ്പായി കിടന്നു. തൊട്ടുപുറകെ ക്ലിന്റ് എത്തി ആ പെട്ടിയുടെ മുകൾ ഭാഗം തുറന്നു. അതിനകത്തേക്ക് കൊല്ലപ്പെട്ട ഡോക്ടർ കോട്ട്ലാൻഡിന്റെ മൃതദേഹം ഇട്ടു. ജോവാന
പേടിച്ചു വിറച്ച് നിലവിളിച്ചു. ഇനിയൊരു രക്ഷയില്ലെന്ന് അവൾക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. അധികം വൈകിയില്ല. ആ പെട്ടി ആണിയടിച്ച് ക്ലിന്റ് എന്നേക്കുമായി പൂട്ടി. ഇരുവരെയും അത്തരത്തിലൊരു പെട്ടിയിൽ അടച്ച ശേഷം ക്ലിന്റ് വീട് മുഴുവൻ പെട്രോൾ ഒഴിച്ചു. ഒടുവിൽ വീടിന് തീയിട്ടു. തന്റെ വണ്ടിയിൽ അതിനു മുമ്പേ ഒരു പെട്ടി ക്ലിന്റ് കയറ്റി വെച്ചിരുന്നു. തന്റെ വിശ്വസ്തനായ നായക്കൊപ്പം ക്ലിന്റ് വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോവാൻ തുടങ്ങി. അധികം വൈകാതെ തീ പിടിച്ചെറിയുന്ന വീടിനെപ്പറ്റി വിവരം കിട്ടി ഷെരീഫ് സാം അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. തീയണയ്ക്കാനും മറ്റും ഷെരീഫ് ശ്രമിച്ചു. വീടിനകത്തുനിന്ന് നിലവിളിയോ ഒച്ചയോ ഒന്നും കേൾക്കുന്നുമില്ല. ഫയർ ഫൈറ്റേഴ്സിന്റെ സഹായത്തോടെ തീ മുഴുവൻ സാം അണച്ചു. റെസ്ക്യൂ ടീം വീട് പരിശോധിച്ചെങ്കിലും വീടിനകത്തുനിന്ന് മൃതദേഹമൊന്നും കണ്ടുകിട്ടിയില്ല. അതുകൂടി ആയതോടെ സാമിന് എന്തോ ഒന്ന് ശരിയല്ല എന്ന് കാര്യമായി തന്നെ തോന്നി. സാം പിന്നാലെ അവിടെ നിന്ന് ക്ലിന്റിന്റെ കുഴിമാടത്തിലേക്ക് പുറപ്പെട്ടു. സാം എത്തുമ്പോൾ കുഴിമാടത്തിന്റെ അടുത്ത് ഒരാൾ നിൽക്കുന്നുണ്ട്. അത് ഗ്രൗണ്ട്സ് കീപ്പർ ആയിരിക്കും എന്നായിരുന്നു സാം ആദ്യം ചിന്തിച്ചത്. പക്ഷെ പിന്നാലെ അത് ക്ലിന്റാണെന്ന സത്യം സാം മനസ്സിലാക്കി. സാമിനടുക്കൽ ക്ലിന്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ക്ലിന്റിനെ സാമിന് നന്നായി മനസ്സിലാവുമായിരുന്നു. എത്രയും വേഗം അവനോട് ഈ നഗരം തന്നെ വിട്ട് പൊക്കോളാനും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ താൻ വേണ്ട പോലെ ഡീല് ചെയ്തോളാം എന്നും സാം ക്ലിന്റിന് ഉറപ്പ് കൊടുത്തു. ക്ലിന്റ് മറുപടിയൊന്നും പറഞ്ഞില്ല. തലകുലുക്കി അവിടെ നിന്ന് നടന്നകന്നു. അവസാന നിമിഷത്തിൽ ആ ഒരു സത്യം വെളിപ്പെട്ടു. ക്ലിന്റിന്റെ കുഴിമാടം അടക്കം ചെയ്ത പോലെ പൂർണ്ണമായി പഴയ രീതിയിലേക്ക് പ്പെട്ടിരുന്നു. പക്ഷേ കുഴിമാടത്തിനകത്ത് പെട്ടിയിൽ ഇത്തവണയുള്ളത് ജോവാനയാണ്. ജോവാന ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു. കൂട്ടിന് ജോവാനയുടെ കള്ളക്കാമുകന്റെ മൃതദേഹവും ആ പെട്ടിക്കകത്ത് തന്നെയുണ്ട്. കൂട്ടത്തിൽ ക്ലിന്റിനെ കൊന്ന് അവർ സമ്പാദിക്കാൻ ശ്രമിച്ച പണവും. ഇരുട്ട് നിറഞ്ഞ ആ പെട്ടിയിൽ കിടന്ന് ജോവാന അലറി വിളിച്ചു. പക്ഷേ അവളുടെ നിലവിളി ശബ്ദം കേൾക്കാനോ അവളെ രക്ഷപ്പെടുത്താനോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു റിവഞ്ച് ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായി െങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.